ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് പിക്കിൾ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 5 മീഡിയം സൈസ് ചൂര സ്മോൾ ക്യൂബ്സ് ആയിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 5 ചൂര ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഇതൊരു 3 ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് നല്ലോണം ഒരു സൈഡ് കുക്ക് ചെയ്യുക. എന്നിട്ട് പതിയെ തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മീനെല്ലാം ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിങ്ങനെ ആയാൽ പോരാ, അത്യാവശ്യം നല്ലോണം തന്നെ കുക്കാവണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോകും. നമ്മുടെ ഫിഷ് എല്ലാം ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏത് സ്പൂൺ വെച്ചാണോ തിരിച്ചിടുന്നത് ആ സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റുമോ നല്ലോണം കുക്കായിട്ടുണ്ടോ ഇല്ലയെന്ന്. ഫിഷ് നമ്മൾ കുത്തി നോക്കുമ്പോൾ കട്ടാവുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഫിഷ് നല്ലോണം കുക്കായിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പായിട്ട് ഫിഷെല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫൈനൽ ട്രിപ്പിൽ ഫിഷ് നല്ലോണം കുക്കായി വരുമ്പോഴത്തേനും നമ്മൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ബാച്ച് ബൈ ബാച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് ട്രിപ്പിലൊന്നും ഇങ്ങനെ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. ഫൈനൽ ട്രിപ്പിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനോടൊപ്പം തന്നെ ഫിഷിനോടൊപ്പം തന്നെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആവണം. മീൻ വയൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി എടുക്കാം. ഞാനൊരു ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയാട്ടോ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കായ ഫിഷ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേറൊരു പാൻ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഫിഷ് കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രൈ ചെയ്ത ഓയിൽ സ്ട്രെയിൻ ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ഉലുവയും കടുകും പൊട്ടി തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം റോസ്റ്റ് ചെയ്യുക. ഇതിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന കൺസിസ്റ്റൻസി വരുമ്പോഴാണ് നമ്മളിനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ കുറവായിട്ട് തോന്നി, അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേനും നമ്മൾ ഒരു പിടി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ഇറ്റ്. ഇവിടെ എല്ലാവർക്കും ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. ആക്ച്വലി ഈ മീനച്ചാറിൽ ഈ വെളുത്തുള്ളിയും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സോ ഇവിടെ നോർമലി നമ്മളിങ്ങനെ ഇടാറുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ദെൻ അഗെയിൻ സോട്ട് ഇറ്റ് ഫോർ 2 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മസാലാസ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ച കായപ്പൊടി, ഇത്രയും മസാലാസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എഗെയിൻ ഈ മസാലാസ് എല്ലാം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് കൂടി സോട്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വിനേഗർ ഒഴിച്ചു കൊടുക്കുക. ആക്ച്വലി ഈ വിനേഗറിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് വിനേഗറി. ബട്ട് നമ്മളിതൊരു ലോങ് ടേം ബേസിസിൽ വെച്ച് അങ്ങനെയുള്ള ഒരു പേർപ്പസിനാണ് നമ്മൾ ഈ പിക്കിൾ ഇടുന്നതെങ്കിൽ യു വിൽ ഹാവ് ടു യൂസ് ദിസ്, അല്ലെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ദാറ്റ് യു യൂസ് ഇറ്റ്. ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു വിത്തിൻ എ വീക്ക് ഈ അച്ചാർ തീരും, ബിക്കോസ് ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ എന്നാലും ഞാൻ ആവശ്യത്തിന് ഒന്ന് ഒഴിച്ച് വെച്ചേക്കുവാണ്, ഓവറായിട്ട് ഒഴിക്കുന്നില്ല. ആൻഡ് ഈ മസാല ഒന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചൂര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൂരമീനും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് എഗെയിൻ ഒരു 2 മിനിറ്റ്സ് കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി. സോ നമ്മുടെ അടിപൊളി മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡു ട്രൈ ദിസ് റെസിപ്പി. ആക്ച്വലി ഇത് വളരെ ടേസ്റ്റിയാണ്. സോ ട്രൈ ചെയ്തിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്.
ഈ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ടു ട്രൈ ഇറ്റ്. വെരി ടേസ്റ്റി ആട്ടോ, നല്ല ടേസ്റ്റിയാണ്. സൂപ്പർ. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. ടാറ്റ, ബൈ ബൈ.